ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ബീഫ് ഫ്രൈ ആണ്. ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞു കേട്ടോണ്ടനെ അത് ക്ലോസ് ചെയ്തിട്ട് പോകേണ്ട കേട്ടോ. ഇതൊരു സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആണ്. അതായത് നമ്മൾ ബീഫ് പെപ്പർ ഫ്രൈ ആണ്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനത് കാണിച്ചു തരാം. അപ്പോൾ അതിന് നമ്മളിവിടെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തീരെ പൊടിയായിട്ടല്ല, ചെറിയ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളി അതും ഒരു നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 15 പച്ചമുളകുണ്ട്. ഒരു തേങ്ങ കൊത്തിയതുണ്ട്. ഇവിടെ ഒരു സവാള, ഒരൊറ്റ സവാള എടുത്തിട്ടുള്ളൂ, ഒരു മീഡിയം സൈസ്. പിന്നെ ഉള്ളത് കുറച്ച് ചെറിയ ഉള്ളി, ചുവന്നുള്ളിയാണ്. പിന്നെ നമ്മുടെ കറിവേപ്പില. ഇപ്പോൾ ബാക്കി സാധനങ്ങൾ ഞാൻ അവിടെ അടുപ്പത്ത് കയറ്റുന്ന സമയത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു 3 കിലോ ബീഫ് ഞുറുക്കി കഴുകി വെള്ളമൊക്കെ വാലിച്ച് കളഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് ഉരുളിക്കകത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ആദ്യമേ തന്നെ ഈ തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. പിന്നെ തേങ്ങാക്കൊത്ത് ആദ്യം ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാക്കൊത്തയിലും കൂടെ ബാക്കി ഇടുന്ന സാധനങ്ങളുടെയൊക്കെ ആ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. തേങ്ങാക്കൊത്തിട്ട് അടുത്ത നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിന് മുകളിലേക്ക് പച്ചമുളക് ഇടാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ചെറിയ ഉള്ളിയോ സവാളയോ എന്തിട്ടാലും കുഴപ്പമില്ല. അതിന് മുകളിലേക്ക് ഈ സവാളയും കൂടെ ഇട്ടു. അതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 3 കിലോ ബീഫാണ്, 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഇറച്ചി മസാല, നമ്മുടെ ഗരം മസാല നമ്മളിവിടെ പൊടിച്ചെടുക്കുന്നത്, അതുകൊണ്ട് അതും കൂടെ ചേർത്ത് അതിന് മുകളിലേക്ക് നമ്മുടെ കറിവേപ്പിലയും കൂടി ഇടുക. നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് തീ കത്തിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ആഹാ, മണം അടിക്കുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി സാധനമാണ്. നമ്മളെ ബീഫ് നല്ല തിളച്ച് നന്നായിട്ട് ആവിയൊക്കെ കയറി കണ്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ക്രഷ്ഡ് പെപ്പർ ഇട്ട് കൊടുക്കുക. പെപ്പർ പൊടിയല്ല, ക്രഷ്ഡ് പെപ്പർ. അത് നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ച് ആവശ്യം പോലെ ഇടുക. ഇനി വീണ്ടും നമുക്കിതിനെ മൂടി വെച്ചൊന്നുകൂടെ വേവിക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫ് നന്നായിട്ട് വെന്ത് നല്ല വറ്റി, വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് ഫ്രൈ ചെയ്യാൻ പോകാം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഞാൻ ഒരു ശകല എളുപ്പപ്പണി കാണിക്കുക കേട്ടോ. വലിയ പാത്രമായതുകൊണ്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പോൾ നമുക്കതിനെ ഇതിൻ്റെ നടുവശത്തൊന്ന് കുഴിച്ചിട്ട് അവിടോട്ട് എണ്ണ ഒഴിച്ച് നമുക്കതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വേറെ പാത്രമൊന്നും വെറുതെ അതിന് വേണ്ടിയിട്ട് മെനക്കെടുത്തേണ്ട കാര്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ നടുക്കൈക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് ഇട്ട് മൂപ്പിക്കാം.
അതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ നന്നായിട്ട് ഒരുമാതിരി ഫ്രൈ ആയി. ഞാൻ ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കുന്നില്ല. ഡ്രൈ ആക്കി കഴിഞ്ഞാൽ പിള്ളേർക്ക് ചപ്പാത്തിയൊക്കെ കഴിക്കാനുള്ളൂ. അപ്പോൾ അവന്മാർക്ക് ഒത്തിരി ഡ്രൈ ആകുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ച് സവാള അരിഞ്ഞത്, ഒരു 2 സവാള അരിഞ്ഞിടുക. അതിന് കുറച്ച് പെപ്പർ പൗഡർ, എരിവ് ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്യാം. എനിക്ക് ഇച്ചിരി എരിവ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഇട്ടതാണ്. ഉപ്പ് നമ്മുടെ ഈ സവാളയ്ക്ക് വേണ്ടിയിട്ടാണ് ശകലം ഉപ്പും കൂടി ഇടുന്നത്, അല്ലെങ്കിൽ ബീഫിന് ആവശ്യത്തിന് ഉപ്പുണ്ട്. അതിലൊരു ശകലം ഗരം മസാലയും കൂടെ ഇടുകയാണ്, ഒരു അര സ്പൂൺ. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ശകലം പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ച് ഇതിനെ ഫിനിഷ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. നമ്മുടെ ഇളയ പുത്രൻ ഇപ്പോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അവൻ നേരെ പോകുന്നത് ആ ബീഫിൻ്റെ പാത്രത്തിലേക്കായിരിക്കും. നമുക്ക് അവനോട് ചോദിക്കാം എങ്ങനെ ഉണ്ടെന്ന്. ബീഫാണല്ലോ. നല്ല ടേസ്റ്റ് ആണല്ലോ. ആ ബ്രസ്റ്റ് ഫ്ലേവർ ആണ് ഞാൻ കഴിക്കാനായിട്ട്. നല്ല മസാല ഉണ്ട്, അത് മസാല നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. മീറ്റ് നല്ല സോഫ്റ്റ്, നല്ല ടെൻഡർ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ബീഫ് പെപ്പർ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു അടിപൊളി ഈസ്റ്റർ ആഘോഷിക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. വീണ്ടും കാണാം. ബൈ ബൈ.